ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മളിൽ പല ആളുകളുടെയും ഒരു സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു വളർച്ചയുടെ അവസ്ഥയിലാണ് അല്ലേ? എത്ര സാലറി കിട്ടിയാലും അല്ലെങ്കിൽ എത്ര വരുമാനം കിട്ടിയാലും ഒരു വളർച്ചയില്ലാത്തൊരവസ്ഥയാണ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനെയുള്ളൊരു വളർച്ചയില്ലായ്മയുടെ കാരണമെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ വിഷയമാണ്, നമ്മളുടെ സാമ്പത്തിക അവസ്ഥയുടെ ഒരു വളർച്ചയില്ലായ്മ. സോ വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. നമ്മൾ മിക്കവാറും ആളുകൾക്ക് എല്ലാ മാസവും നമ്മുടെ സാലറി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് നിങ്ങൾക്ക് സാലറി വരുന്നുണ്ടാവും, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ടാവും, നിങ്ങളിത് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ഇതിങ്ങനെ നടക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നമുക്ക് വരുന്ന ഒരു സാലറി, ആ ഒരു സാലറിയിൽ നമുക്ക് എത്ര രൂപ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു പർച്ചേസിങ് പവർ, പർച്ചേസിങ് കപ്പാസിറ്റി അത് എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നിങ്ങൾക്ക് എത്ര രൂപ എക്സാക്ട്ലി നിങ്ങളുടെ ഒരു പർച്ചേസിങ് പവർ ഉണ്ടെന്നുള്ളത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. അതായത് ഒരു വ്യക്തി, അയാൾക്ക് ഒരു വർഷം ഒരു 18 ലക്ഷം രൂപ, അതായത് ഒരു മാസം അയാൾക്ക് ഒരു 1.5 ലക്ഷം രൂപ സാലറി ലഭിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു 18 ലക്ഷമാണ് അയാൾക്ക് കിട്ടുന്നൊരു വരുമാനം എന്നാണ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ആനുവൽ ഇൻകം 18 ലക്ഷം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് നിർബന്ധമായിട്ട് ഒരു ഇൻകം ടാക്സ് അയാൾ കൊടുക്കുന്നതായിട്ട് വരും അല്ലേ? ആ ഇൻകം ടാക്സ് എത്രയാണ് എമൗണ്ട്? അതൊരു 2.4. അപ്പോൾ നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 2.4 ലാക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ 18 ലക്ഷം രൂപയിൽ നിന്നും ഈ 2.5 ലക്ഷം രൂപ കുറച്ച് കഴിയുന്ന ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ആ ടാക്സിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യത്തെ ഒരു കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. 18 ലക്ഷം രൂപ കിട്ടുന്ന നിങ്ങൾക്ക് ഒരാളെ സംബന്ധിച്ച് ഈ ടാക്സ് പോയി കഴിഞ്ഞാൽ, അതായത് 18 ലക്ഷം രൂപയിൽ നിന്നും 2.4 ലക്ഷം രൂപ, അതായത് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 15.6 ലക്ഷം രൂപയാണ്. 18 ലക്ഷം സാലറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ സപ്പോസ് നമ്മൾ ഈ ഒരു വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ? നമുക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ടാവും, നമുക്ക് പിന്നെ ഒരു കാർ ലോൺ ഉണ്ടാവും, ബൈക്കിൽ വേറെ കുറേ ലോണുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ലോണുകൾക്ക് ഒരു കൊല്ലം വരുന്ന ഒരു ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നതും നമ്മൾ പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലേ? അപ്പോൾ ആ കോസ്റ്റ്, ഇപ്പോൾ സപ്പോസ് ഉദാഹരണത്തിന് നമ്മളൊരു 75 ലക്ഷം രൂപ ലോൺ നമുക്ക് നെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 75 ലക്ഷം രൂപയുടെ ലോൺ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഒരു കൊല്ലം ഒരു 7.5 ലക്ഷം, അതായത് 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 7.5 ലക്ഷം രൂപ ഒരു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ 18 ലക്ഷം രൂപ സാലറി കിട്ടിയ ആൾ ടാക്സ് 2.4 ലക്ഷം പോയി ബാക്കി 15.6 ലക്ഷത്തിൽ നിന്നും ഇൻട്രസ്റ്റിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 7.5 ലക്ഷം രൂപ ആയിരിക്കും അല്ലേ? ഈ 15.6 7.5 ലക്ഷം കുറച്ച് കഴിയുമ്പോൾ ബാലൻസ് വരുന്നത് എത്രയാണ്? 8.1 ലക്ഷമാണ്. അതായത് 8.1 ലാക്സ് ആയി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 18 ലക്ഷം സാലറി എന്ന് പറയുന്നത് 8.1 ആയി. ഇനി ഈ 8.1, അത് 8.1 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക, നമ്മൾ ചിലവാക്കാമെന്ന് വിചാരിക്കുക. ചിലവാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിൽ ഇതിന് എന്ത് കൊടുക്കണം? നമ്മൾ GST കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി 18 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ 8.1 ലക്ഷം നമ്മുടെ കയ്യിൽ വരുന്നു. ഈ 8.1 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കുമ്പോൾ 18% GST കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാകുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 6.7 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ബാലൻസ് തുക മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. 18 ലക്ഷം രൂപ സാലറി കിട്ടിയുള്ള ആൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തുക എന്ന് പറയുന്നത് 6.7%. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും 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 ഈ ഒരു പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇത്. നമ്മളുടെ സാലറിയും അതിൻ്റെ ചിലവുകൾ, അതിൻ്റെ കോസ്റ്റുകൾ, അതായത് ടാക്സും ഇൻട്രസ്റ്റും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ നമുക്കൊരു ബാലൻസുള്ള തുകയും നമുക്ക് കിട്ടി, അതും നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, എത്ര ശതമാനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായി. ഇത് നമുക്ക് നെറ്റായിട്ട് നമുക്ക് കിട്ടി, നമുക്ക് സംഭവിച്ചു. ഇനി നമ്മൾ ഈ ബാലൻസ് കിട്ടിയ തുക ഏറ്റവും നല്ല സേവിങ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും ഈ ചിട്ടികളിലും ഒക്കെയാണ് നിക്ഷേപിക്കുന്നതെങ്കിലോ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ റിട്ടേൺസ് ആണ് അല്ലേ? ഒരു 6% അല്ലെങ്കിൽ 5% ആയിരിക്കും നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം അഡീഷണൽ ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആ സേവിങ്സിന് പറ്റും എന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇനി ഈ 6.7 ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന 6.7 ലക്ഷം അവസാനം കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു കൊല്ലം കഴിഞ്ഞാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്ലേഷൻ 6% കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ഈ 6% കൂടെ പോയി കഴിഞ്ഞാൽ
നമ്മളുടെ സാമ്പത്തിക അവസ്ഥ വളർന്നു പോകുമോ അതോ തളർന്നു പോകുമോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ് നമ്മൾ മാറി ചിന്തിക്കുന്നത്, നമ്മളിതിനൊരു സൊല്യൂഷൻ കണ്ടപ്പോൾ നമ്മൾ വികസിത രാജ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെപ്പോഴും അവരുടെ വരുമാനം അവർ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലുമാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾക്കും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിനും മാത്രമാണ് ഉയർന്ന റിട്ടേൺ തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കൂടെയുള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് മാറി ചിന്തിക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല. കാരണം എന്താണ്, നമ്മുടെ ചിലവും വരവും റീഇൻവെസ്റ്റ്മെൻറ്റും ഒന്നും കാര്യം നമ്മളത്ര സീരിയസ് ആയിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മളുടെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും നമ്മളുടെ ചിലവുകളും കോസ്റ്റുകളൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന തുകയുടെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ടുകളുടെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും പ്രാധാന്യം ഇവിടെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായ ചിലവുകളിലേക്ക് പോയിട്ട് നമ്മളുടെ ലയബിലിറ്റീസ് നമ്മൾ കൂട്ടുന്നു. നമ്മൾ ഏറ്റവും കുറവ് വരുമാനമുള്ള അല്ലെങ്കിൽ റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളുടെ വരുമാനം കുറയ്ക്കുന്നു. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് കൂടുതലും റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്ക് മാർക്കറ്റും പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ വിസ്മരിച്ച് പോകരുത്, നിങ്ങൾ മറന്നു പോകരുത്. ആ മേഖലകളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്. പിന്നെ നമ്മളൊരു ഫാമിലിയുടെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിയുടെ നമ്മുടെ ജീവിതത്തിലെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് അറിവുള്ള ആളുകളുമായിട്ട് ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അത് നിങ്ങൾ നിസ്സാരവൽക്കരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു പുരോഗതി, ഒരു സുസ്ഥിരത ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെലവ് ചെയ്യുന്നതിൻ്റെയും നമ്മൾ വരുമാനം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് അറിവില്ലാത്തവരുമായിട്ട് ചർച്ച ചെയ്തും ഏറ്റവും നിസ്സാരമായിട്ടുമാണ് നമ്മളത് മനസ്സിലാക്കി നമ്മൾ ഇത്രയും നാൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മുടെ സമയം ഒട്ടും വൈകിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അറിവുള്ളവരുമായിട്ട് സംസാരിച്ച് ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്ന നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഭാവിക്ക് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യുക. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.